നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്കൂളുകളുടെ സമയക്രമവുമായി ബന്ധപ്പെട്ട് ഒരു മതസംഘടനകളുടെയും അഭിപ്രായം ആവശ്യമില്ല. സർക്കാർ തീരുമാനിക്കും ആ കാര്യങ്ങളെല്ലാം. സ്കൂൾ സമയം മാറ്റിവെക്കാൻ തയ്യാറല്ല എന്നും അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ മദ്രസകൾ അവരുടെ മതപഠനത്തിന്റെ സമയം മാറ്റിവെക്കട്ടെ എന്നും കട്ടയ്ക്ക് പറഞ്ഞ് വി ശിവൻകുട്ടി മന്ത്രി. മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും പറയാൻ ധൈര്യപ്പെടാത്ത കാര്യങ്ങളാണ് ശിവൻകുട്ടി മന്ത്രി വെച്ചലക്കിയിരിക്കുന്നത്. അതായത് സമസ്തയുടെ കൊമ്പൊടിച്ചു വിട്ടു. ഇതോടെ കലിയിളകി നിൽക്കുകയാണ് സമസ്തയും മറ്റ് മുസ്ലിം സംഘടനകളും. ഒരു തരത്തിലും മതസംഘടനകളുടെ അഭിപ്രായങ്ങൾ ആവശ്യമില്ല എന്നും അത് അംഗീകരിക്കാൻ തയ്യാറല്ല എന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് ശിവൻകുട്ടി. സ്കൂൾ സമയമാറ്റത്തിനെതിരെ സമരത്തിനിറങ്ങുന്ന സമസ്തയ്ക്കെതിരെ രൂക്ഷ വിമർശനമാണ് വിദ്യാഭ്യാസ മന്ത്രി നടത്തിയിരിക്കുന്നത്. സമരം ജനാധിപത്യ വിരുദ്ധമാണെന്നും സർക്കാരിനെ ഭീഷണിപ്പെടുത്തുന്ന രീതിയാണ് സമസ്ത സ്വീകരിക്കുന്നതെന്നും ശിവൻകുട്ടി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. സമസ്തയുമായി ചർച്ചയ്ക്കില്ല, കോടതി പറഞ്ഞിട്ടാണ് സമയമാറ്റം. അതിനാൽ എതിർപ്പുണ്ടെങ്കിൽ കോടതിയെയാണ് സമീപിക്കേണ്ടത്. മതസംഘടനകൾ വിദ്യാഭ്യാസ രംഗത്ത് അനാവശ്യമായി ഇടപെടുന്നത് അംഗീകരിക്കാനാകില്ല എന്നും വിദ്യാഭ്യാസ മന്ത്രി തുറന്നടിച്ചു. സർക്കാർ ഒരു തീരുമാനമെടുക്കുമ്പോൾ എല്ലാ കുട്ടികളെയും ബാധിക്കുന്ന തരത്തിലേ എടുക്കാൻ പറ്റുകയുള്ളൂ. ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടി പരീക്ഷ മാറ്റിവെക്കുക, ക്ലാസ് ടൈം മാറ്റിവെക്കുക, പ്രത്യേകം അവധി നൽകുക എന്നത് തെരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ സർക്കാരിന് ചെയ്യാനാവില്ല. ഈ ആവശ്യം ജനാധിപത്യ വിരുദ്ധമാണ്. ഇത് സർക്കാരിനെ വെല്ലുവിളിക്കുന്ന സമ്പ്രദായമാണെന്നും ഭീഷണിക്ക് മുന്നിൽ വഴങ്ങില്ല എന്നും മന്ത്രി പറഞ്ഞു. സ്കൂളിലെ സമയക്രമത്തിനനുസരിച്ച് അവർ സമയം ക്രമീകരിക്കുകയാണ് ചെയ്യേണ്ടത്. ഇത്തരത്തിൽ ഓരോ സംഘടനകൾ ആവശ്യപ്പെട്ടാൽ സ്കൂൾ നടത്തിക്കൊണ്ട് പോകാൻ കഴിയില്ല. ഈ വിഷയത്തിൽ എന്ത് ചർച്ച നടത്താനിരിക്കുന്നു? ഓരോരുത്തരും അവരുടെ മതവും ജാതിയും വിശ്വാസങ്ങളും പൊതുസമൂഹത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുവന്നാൽ അതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് സർക്കാർ തീരുമാനം. വിദ്യാഭ്യാസ രംഗത്ത് പുരോഗമന നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ ഇത്തരം നിലപാട് സ്വീകരിക്കുന്നതിനെ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് കട്ടയ്ക്ക് പറയുകയായിരുന്നു ശിവൻകുട്ടി. അതേസമയം സ്കൂൾ സമയമാറ്റത്തിൽ പ്രതിഷേധിച്ച് EK വിഭാഗം സമസ്തയുടെ സമരപ്രഖ്യാപനം കോഴിക്കോട് നടന്നു. മദ്രസ വിദ്യാഭ്യാസത്തെ താളം തെറ്റിക്കുന്ന തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്തിരിയണമെന്നാണ് സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷന്റെ ആവശ്യം. കേരളത്തിലെ 11,000 മദ്രസകളുടെ പ്രവർത്തനത്തെയും 12 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളുടെ മതപഠനത്തെയും തീരുമാനം ബാധിക്കുമെന്നാണ് സമസ്തയുടെ പരാതി. സ്കൂൾ സമയമാറ്റം മദ്രസ പ്രവർത്തനത്തെ ബാധിക്കുന്നുവെന്ന് സമസ്ത മദ്രസ മാനേജ്മെന്റ് ജനറൽ സെക്രട്ടറി മൊയ്തീൻ ഫൈസി പുത്തനഴി പറഞ്ഞത്. സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നേരിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടും വിഷയത്തിൽ ചർച്ച നടത്താൻ പോലും സർക്കാർ തയ്യാറായില്ല എന്ന് മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ നേതാക്കൾ ആരോപിക്കുന്നു. വിദ്യാഭ്യാസ മന്ത്രിക്കും രേഖാമൂലം എതിർപ്പറിയിച്ചിരുന്നുവെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഏറെ നാളുകൾക്ക് ശേഷമാണ് സർക്കാരുമായി നേരിട്ട് ബന്ധപ്പെട്ട് ഒരു വിഷയത്തിൽ സമസ്ത പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുന്നത്. ഇത് അനാവശ്യ സമരം തന്നെയാണ് എന്ന് മന്ത്രി പറയുന്നതിനോട് യോജിക്കാനേ കഴിയൂ. കാരണം സ്കൂളുകളുടെ സമയമാറ്റത്തിലും സ്കൂൾ നടത്തിപ്പിലും തലയിട്ട് ആവശ്യങ്ങൾ ഉന്നയിക്കാനും നടപടികൾ പറയാനുമൊക്കെ സമസ്ത അല്ലെങ്കിൽ മതസംഘടനകൾ ആരാണ്? അതിപ്പോൾ സമസ്തയായാലും ഹിന്ദു സംഘടനകളാണെങ്കിലും ക്രിസ്ത്യൻ സംഘടനകളാണെങ്കിലും സ്കൂൾ വിഷയത്തിൽ, വിദ്യാഭ്യാസ കാര്യത്തിൽ, കുട്ടികളുടെ പഠിപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവർക്ക് പറയാനുള്ള എന്ത് അവകാശമാണുള്ളത്? ന്യായമായ കാര്യങ്ങൾ ആവശ്യപ്പെടാം. പക്ഷേ അതിനപ്പുറത്തേക്ക് കടന്ന് സമയമാറ്റത്തിലൊക്കെ മതപഠനം ഉള്ളതുകൊണ്ട് സ്കൂളുകളുടെ സമയം മാറ്റണം എന്നൊക്കെ പറയാൻ, അത് അംഗീകരിച്ചു കൊടുക്കാനും കഴിയുന്ന കാര്യമല്ല. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും ഇതുവരെ കൃത്യമായ ഒരു നിലപാട് പറഞ്ഞിരുന്നില്ല. അവിടെയാണ് മന്ത്രി ശിവൻകുട്ടി ഇപ്പോൾ ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. അത് കൈയടിക്കേണ്ടതും അംഗീകരിക്കേണ്ടതുമാണ്. കാരണം ഒരു CPM മന്ത്രി ഇത്തരത്തിൽ നിലപാട് വ്യക്തമാക്കുന്നത് ഏറെ നാളുകൾക്ക് ശേഷമാണ് കാണുന്നത്. പ്രത്യേകിച്ച് ഈ മത സംഘടനകളെയൊക്കെ പ്രീണിപ്പിച്ച് നിർത്തുന്ന ഒരു സമീപനമായിരുന്നു CPMന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ എന്തു പറഞ്ഞാലും അതിനെല്ലാം പഞ്ചപുച്ഛമടക്കി തലകുലുക്കി അംഗീകരിക്കേണ്ട ഗതികേടായിരുന്നു. പക്ഷേ ഈ വിഷയത്തിൽ സമയമാറ്റത്തിൽ ഒരു മാറ്റത്തിനും തയ്യാറല്ല എന്ന് മന്ത്രി ശിവൻകുട്ടി പറയുമ്പോൾ അത് കൈയടിച്ച് പാസ്സാക്കേണ്ടത് തന്നെയാണ്. സ്കൂളുകളുടെ വിഷയത്തിലൊക്കെ കയറി ഇപ്പോൾ സമസ്ത നിലപാട് പറയുന്നു. ഇനി ഇവരുടെ ഓരോ ആവശ്യങ്ങളും കൊണ്ടുവരും. അതെല്ലാം അംഗീകരിച്ചു കൊടുക്കേണ്ടതാണ്. 12 ലക്ഷം വിദ്യാർത്ഥികളെ ബാധിക്കുന്ന പ്രശ്നമാണ് എന്ന് സമസ്ത പറയുന്നു. മതപഠനം മാത്രമാണോ ഇവിടെ ആവശ്യം? കുട്ടികൾക്ക് വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ ആവശ്യമല്ലേ?
അല്ലെങ്കിൽ മതപഠനം മാത്രമാണ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ 12 ലക്ഷം കുട്ടികളെ മാത്രം ബാധിക്കുന്ന വിഷയമാണോ ഇത്? കേരളത്തിൽ 12 ലക്ഷം കുട്ടികൾ മാത്രമാണോ ഉള്ളത്? ഒരു വിഭാഗത്തിൻ്റെ ആവശ്യങ്ങൾ എല്ലാം അങ്ങ് നടത്തിത്തരണം എന്ന് പറയുന്നത് അത് ശാശ്വതമായ ഒരു കാര്യമല്ല. അതിന് ഇപ്പോൾ കോടതി തന്നെയാണ് ഈ കാര്യത്തിൽ ഇടപെട്ട് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. സമസ്തയുടെ ഇത്തരത്തിലുള്ള ആവശ്യങ്ങളോട് ഒരു തരത്തിലും സഹകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ശിവൻകുട്ടി വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.